പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ മലയോര പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. റാന്നിയിൽ മാത്രം 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുകയാണ്. കോഴഞ്ചേരി, ആറന്മുള, തിരുവല്ല ഭാഗങ്ങളിൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകുന്നതിനാൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിലും വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 30-ലധികം ബോട്ടുകളാണ് ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. നീണ്ടകരയിൽ നിന്നുള്ള 10 വലിയ ഫിഷിംഗ് ബോട്ടുകളും ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. ഹെലികോപ്റ്റർ മുഖേനയുള്ള രക്ഷാപ്രവർത്തനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. പ്രേംലാൽ പ്രബുദ്ധനുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. പ്രേംലാൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഏതു തരത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? പത്തനംതിട്ട നഗരത്തിലെ ഇന്നത്തെ സാഹചര്യമാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം ഏതാണ്ട് 6 അടിക്ക് മേൽ ഉയരമുള്ള ഒരു പ്രദേശമാണ്. അവിടെ പക്ഷേ മതിലിനൊപ്പം വെള്ളം എത്തിയേക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മറ്റ് ഘടകങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഭകരമാണ്. ഇത് അച്ചൻകോവിലാർ കരകവിഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടായ വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. എന്നാൽ പമ്പാ നദിയിലെ ജലനിരപ്പ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. റാന്നിയിൽ 2 അടിയോളം വെള്ളം കുറഞ്ഞു. അതേസമയം കോഴഞ്ചേരി, ആറന്മുള ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. അങ്ങനെ ഒരു അനുകൂലമായ സാഹചര്യമുണ്ട്. അതേസമയം തന്നെ മണിമലയാർ കരകവിഞ്ഞൊഴുകുന്നതായ ഒരു വിവരമുണ്ട്. അതേസമയം രക്ഷാപ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകർ, അതായത് ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ആറന്മുള ഭാഗത്ത് മാത്രം രാവിലെ 6 മണിയോടുകൂടി 10 ടീമുകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. കോഴഞ്ചേരിയിൽ നിന്ന് മാത്രം 25ഓളം പേരെ മത്സ്യബന്ധന ബോട്ടിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 11 ടീമുകൾ കൂടി 8 മണിയോടുകൂടി ചേരും. റാന്നിയിൽ വ്യോമസേന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നു. കൂടുതൽ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ, അതേപോലെ കൂടുതൽ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ അടക്കമുള്ളവ കൂടുതലായി ജില്ലയിലേക്ക് എത്തിച്ച് ഉള്ള ക്രമീകരണമാണ് നടത്തുന്നത്. ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ട നഗരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അച്ചൻകോവിലാർ കരകവിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ജില്ലയുടെ പല മേഖലകളിലും വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട്. ചില മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളും ഇപ്പോൾ ലഭ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അത്തരം പ്രശ്നങ്ങൾ ബാധിക്കില്ല. പൂർണ്ണ സജ്ജമായി പൂർണ്ണ തോതിൽ തന്നെ ദുരന്തത്തിൽ അകപ്പെട്ടവരെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.